വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ എടുക്കാനായി ക്യാമറ ഓണാക്കിയപ്പോഴാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ കറക്റ്റ് മനസ്സിലാക്കുന്നത്. വേവി ഹെയർ ആയതുകൊണ്ട് തന്നെ നല്ല കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല ഫ്രിസ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ഒരു കെയറും കൊടുക്കാതിരുന്നത്. അതിൻ്റെ എല്ലാം എൻ്റെ മുടിയിൽ കാണാനുണ്ട്. എനിക്ക് കേളി ആയിട്ടുള്ള മുടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മുടിയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേളി ആയിട്ടിരിക്കും. പിന്നെ മുടി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും അതങ്ങോട്ട് പോകും. കേൾസ് എല്ലാം ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന അരാട്ടയുടെ കേൾ ക്രീമും കേൾ ജെല്ലും ആണ്. ഞാൻ കുറേ ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വെറ്റായിട്ടുള്ള ഹെയറിലേക്ക് ആദ്യം കേൾ ക്രീം എടുത്തിട്ട് സ്കാൽപ്പിലാവാതെ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഹെയറിലും അപ്ലൈ ചെയ്തതിന് ശേഷം കേൾ ജെല്ലും ഇതേപോലെ തന്നെ സ്കാൽപ്പിലാവാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ളത് ഹെയർ എല്ലാം സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ഹെയറും ഒരേപോലെ സ്ക്രഞ്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി ജെല്ലും ക്രീമും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കട്ടിപ്പ് പോലെ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ മുടികൾ തമ്മിൽ കൂടി കിടക്കണ പോലെ. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക എല്ലാ ഹെയറിലും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന മുടി എങ്ങനെയാണെന്നും ഇപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള മുടി എങ്ങനെയാണെന്നും. എനിക്കിങ്ങനെ കേളി ആയിട്ടുള്ള ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. ഈ കേളി ആയിട്ടുള്ള ഹെയർ എനിക്കുള്ളപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തന്നെ തോന്നും. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ വാങ്ങണം എന്നുള്ളവരൊക്കെ വാങ്ങി യൂസ് ചെയ്തോ. പൊതുവെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഇല്ലെങ്കിൽ കുറേ റിവ്യൂസൊക്കെ നോക്കി ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും, നല്ലതാണോ അടിപൊളിയാണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും പൊതുവെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എന്തായാലും പ്രൊഡക്റ്റ് സക്സസ് ആണ്, അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് യൂസ് ചെയ്തത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പുതിയത് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ നൈക്കയെന്നാണ് വാങ്ങിയത്. പർപ്പിളിലും നൈക്കയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. നമ്മളെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കേളി ഹെയർ ഉള്ള നിങ്ങളുടെ ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.